ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാട്ടോ. അത് ഒരു ഉപദേശമായിട്ടൊന്നും കാണണ്ട. നല്ലൊരു ഫ്രണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമായിട്ട് എടുത്താൽ മതി. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് ഭയങ്കരമായിട്ട് കിട്ടാതെ ഫുഡ് കഴിക്കാതെ അതൊന്നുമില്ല. എൻ്റെ പേരൻറ്റ്സ് നന്നായിട്ട് തന്നെയാണ് എന്നെ നോക്കിയത്. കഷ്ടപ്പാടിലും എനിക്ക് പട്ടിണി വരാതെ അവർ നോക്കിയിട്ടുണ്ട്. ബട്ട് ഞാൻ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത് കുറേ ഇങ്ങനെ ഒലിപ്പിച്ച് അല്ലെങ്കിൽ കുറേ ക്ലോസ് ആയിട്ട് എടാ കുട്ട ചക്കര എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ശരിക്കും അത് ഫേക്കാണ്. അങ്ങനെ നിൽക്കുന്നവരാണ് ഫേക്ക്. നമ്മൾ ദുഷ്ടരാന്ന് വിചാരിക്കുന്നവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ആകുന്നത്. എൻ്റെ ലൈഫിൽ ഞാനിത് എന്താ പറയുക, എഴുതി ഒപ്പിട്ട് വെച്ച് തരാൻ നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. അവിടെ ദർ ഈസ് നോ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട് ഓർ ബെസ്റ്റ് ഫ്രണ്ട്, ബട്ട് സംബഡി ആർ ദർ റയർ പീസായിട്ട്. ചിലത് പറയുമല്ലോ, റയറായിട്ട് എങ്ങനത്തെ റിലേഷൻഷിപ്പ് കിട്ടുള്ളൂ, റയറായിട്ട് എങ്ങനത്തെ എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുള്ളൂ. അത് വളരെയധികം കറക്റ്റാണ്. ചിലത് റയറായിട്ട് കിട്ടും. ബട്ട് എന്നെ സംബന്ധിച്ച് ഒന്നും റയർ ഐറ്റംസ് കിട്ടിയില്ല. ബട്ട് എൻ്റെ റിലേഷൻഷിപ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ 1 year ആയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയാൻ എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എൻ്റെ റിലേഷൻഷിപ്പായിരുന്നു. ആ കഥയൊക്കെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതല്ലാണ്ട് ഇതെന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. നമുക്ക് നല്ല പണി കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും തലയിൽ കയറ്റാൻ വേണ്ടി ഇരിക്കരുത്. നമ്മൾ വിചാരിക്കുക അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ അവരെ നമ്മുടെ സ്വന്തം കുടുംബം പോലെ കണ്ടിട്ട് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി നമ്മൾ അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. നമ്മൾ മാത്രം ഇപ്പോൾ അവിടെ നിന്നും എഫോർട്ട് ഇട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, നമ്മൾ എഫോർട്ട് ഇടുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. ബട്ട് അവിടെ നിന്നില്ല, നമ്മൾ സീറോയിൽ നിന്ന് നമ്മൾ മാത്രം എഫോർട്ട് ഇട്ടുകൊണ്ട് പോയാൽ ഒരു കാര്യവുമില്ല. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരും ട്രസ്റ്റ് ചെയ്യരുത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആകെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ പേരൻസാണ്. ഇപ്പോൾ അതിലും റയർ കേസസ് ഉണ്ട് പേരൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ. പക്ഷേ റയറായിട്ടുള്ള പേരൻസ് ഉണ്ട്. റയറല്ല, ഒരു 80% പേരൻസും നല്ല മക്കൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും, അച്ഛനിപ്പോൾ ഇല്ല, ബട്ട് അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ കൂടെ പോകുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അനിയനും എല്ലാവരും അടങ്ങുന്നതായിരിക്കും. പിന്നെ നമ്മൾ കെട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും കെട്ടുമെന്ന് ഉറപ്പുള്ള ആളുകൾ കേട്ടോ, അല്ലാതെ ചുമ്മാ ടൈം പാസിന് വേണ്ടിയുള്ള റിലേഷൻഷിപ്പൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരും വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ലൈഫ്. നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ എൻഡ് വരെ. നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എനിക്ക് കുറേ സ്റ്റേജസ് ഉണ്ടായിരുന്നപ്പോൾ മീൻസ് മെൻ്റലി, ഇപ്പം ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. പഠിത്തത്തിൻ്റെ സ്ട്രെസ്സും ഇതിൻ്റെ സ്ട്രെസ്സും അങ്ങനെ കുറേ സ്ട്രെസ്സുകൾ നിറഞ്ഞൊരു ലൈഫും കൂടിയായിരുന്നു. പക്ഷെ ആ സ്ട്രെസ്സിൽ നിന്ന് ഓവർകം ചെയ്ത് ഇപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്റ്റുഡൻ്റ് ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഡോക്ടർ ആകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഫ്രണ്ട്ഷിപ്പ് ദർ ഈസ് നോ കോൺസ്റ്റൻറ്റ് ഓർ പെർമനറി ഫ്രണ്ട്ഷിപ്പ് ഓർ ഫ്രണ്ട്സ്, ഓൺലി ഫാമിലി വിൽ ബി പെർമനൻറ്റ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഇൻ ലൈഫ്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടവർ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോ, ഫുള്ളിരുന്ന് കാണേണ്ട കാര്യമില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ. അയ്യോ, എൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഐ ആം ദേവ്പ്രിയ. ബൈ.